بسم الله الرحمن الرحيم. ولو شاء الله لجعلهم أمة واحدة ولكن يدخل من يشاء في رحمته والظالمون ما لهم من ولي ولا نصير أم اتخذوا من دونه أولياء فالله هو الولي وهو يحيي الموتى وهو على كل شيء قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1681 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 8-9 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو شاء الله لجعلهم أمة واحدة ولكن يدخل من يشاء في رحمته والظالمون ما لهم من ولي ولا نصير أم اتخذوا من دونه أولياء فالله هو الولي وهو يحيي الموتى وهو على كل شيء قدير. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 8-9 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ 7-ാമത്തെ ആയത്തിന്റെ ഒരു ആശയപരമായ തുടർച്ച ഈ ആയത്തില്, ഈ 2 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ പഠന വിധേയമാക്കിയ ആയത്തിൽ അല്ലാഹു അറബി ഭാഷയിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ താല്പര്യം എന്താണ് എന്നത് വ്യക്തമാക്കുകയുണ്ടായി. ഉമ്മുൽ ഖുറയിലെയും അതിന്റെ ചുറ്റുപാടുകളിലുമായുള്ള ആളുകളെയും താക്കീത് ചെയ്യുന്നതിന് വേണ്ടി, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ മഹാസമ്മേളന നാളിനെ കുറിച്ച് താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അറബി ഭാഷയിലുള്ള ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹു അവിടെ വ്യക്തമാക്കുകയുണ്ടായത്. മുഴുവൻ മനുഷ്യ സമൂഹത്തെയും താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം. അത് അറബി ഭാഷയിലായതിന് ദൈവികമായ ചില യുക്തിതലങ്ങളുണ്ട് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന കാര്യം. അതിനെ തുടർന്നാണ് അല്ലാഹു ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകള്, അതിലെ ആശയങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് പറയുന്നത്. നമുക്ക് ഈ 2 ആയത്തുകളുടെ ആശയം വിശദമായിട്ട് പരിശോധിക്കാം. വലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവിന് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ, ലജഅലഹും ഉമ്മത്തം വാഹിദ, അവരെ എല്ലാവരെയും തന്നെ ഒരൊറ്റ ഉമ്മത്താക്കി, ഒരൊറ്റ സമുദായമാക്കി മാറ്റാമായിരുന്നു. അവിടെ അവരെ എല്ലാവരെയും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് തൊട്ടുമുകളിൽ നമ്മൾ കണ്ട വതുന്ദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ നാളിനെ കുറിച്ച് താക്കീത് നൽകാൻ എന്ന് പറയുന്നതില് മനുഷ്യ സമൂഹത്തിലെ പിറവിയെടുത്ത മുഴുവൻ ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ കാര്യം എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഉമ്മുൽ ഖുറയിലെയും ചുറ്റുപാടുകളിലെയും ആളുകളെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതിലും
മുഴു ലോകത്തെയും മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ ആശയത്തെ ബലപ്പെടുത്തുന്ന വിധത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്തുകളുടെ ഈ ആദ്യ ഭാഗത്ത് പറയുന്ന കാര്യം സൂചിപ്പിക്കപ്പെടുന്നത്. വലൗഷ അള്ളാഹു, അള്ളാഹുവിന് മറിച്ചായിരുന്നു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമൂഹങ്ങളും ഗോത്രങ്ങളും വിഭാഗങ്ങളുമായിട്ട് മനുഷ്യര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പല വംശങ്ങളും പല ദേശീയതകളും ഒക്കെയുള്ളവരായി പല റേസസ് ആയിട്ട് ഒക്കെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വ്യത്യസ്തമായ സമൂഹങ്ങളും ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെയായി പരസ്പരം മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ ആയിട്ട് മനുഷ്യരങ്ങനെ വ്യത്യസ്ത ജീവിത സരണികളിൽ ഉള്ളവരായി ഇപ്പോൾ നമ്മൾ കാണുന്ന വിധത്തില് ആവേണ്ടിയിരുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ മാർഗത്തിൽ സഞ്ചരിക്കുന്ന, ഒരേ ദൈവത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. അള്ളാഹുവിന് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. അപ്പൊ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജാലഹും ഉമ്മത്തം വാഹിദ, അവരെല്ലാവരെയും തന്നെ അവൻ ഒരൊറ്റ സമുദായമാക്കി മാറ്റുമായിരുന്നു. എന്നാൽ വലാക്കി യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി, അള്ളാഹു അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് അവൻ ഉദ്ദേശിക്കുന്നവരെ തന്റെ കാരുണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവിക മാർഗദർശനം എല്ലാവരെയും ഉദ്ദേശിച്ച് അവതരിപ്പിക്കപ്പെട്ടുവെങ്കിലും അതിന്റെ ഫലം നേടുന്നവരായിട്ട് മനുഷ്യ സമൂഹത്തിൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. ദൈവിക കാരുണ്യം അർഹിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ ദൈവിക മാർഗദർശനം ലഭിക്കാനുള്ള ഭാഗ്യമുള്ളവരായി മാറുന്നത്. അള്ളാഹു എല്ലാവരെയും ഉദ്ദേശിച്ച് അവതരിപ്പിച്ചതാണെങ്കിലും എല്ലാവരും ആ മാർഗത്തിലേക്ക് വരാൻ സന്നദ്ധരാവുകയോ അതിന്റെ ഗുണം ഏറ്റുവാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. മുഴു ലോകത്തെയും മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അറബി ഭാഷയിലുള്ള ഈ ദൈവിക മാർഗദർശനം എങ്കിലും എല്ലാവർക്കും അതിന്റെ ഫലം ലഭിക്കുന്ന ഒരു ചിത്രമല്ല നമ്മൾ കാണുന്നത്. മനുഷ്യര് പല സമൂഹങ്ങളായി, പല വംശങ്ങളായി, പല റേസസ് ആയിട്ട് ഒക്കെയാണ് നിലകൊള്ളുന്നത്. അപ്പോ ദൈവിക മാർഗദർശനം അള്ളാഹു ഉമ്മുൽ ഖുറയിലെയും ചുറ്റുപാടിലെയും ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷവും അതിനെക്കുറിച്ച് അറിയുകയോ അതിനെ വേണ്ട വിധത്തിൽ പരിഗണന നൽകി സ്വീകരിക്കുകയോ ചെയ്യാത്തവരായിട്ട് ധാരാളം സമൂഹങ്ങൾ ഉണ്ടാകും. ഒരൊറ്റ സമുദായമായിട്ടല്ല മനുഷ്യരിപ്പോ ഉള്ളത്. പല വിഭാഗങ്ങളായിട്ടും പല മേൽവിലാസങ്ങളിൽ ഉള്ളവരായിട്ടും പല ഘട്ടങ്ങളിലും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടും വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിലകൊള്ളുന്നവരോ വ്യത്യസ്ത സരണികളിലൂടെ സഞ്ചരിക്കുന്നവരോ ഒക്കെയാണ് മനുഷ്യരെ കാണാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അള്ളാഹു ഇവരെ എല്ലാവരെയും ഒരൊറ്റ ഉമ്മത്താക്കി രൂപപ്പെടുത്തുകയുണ്ടായില്ല എന്ന ഒരു അന്വേഷണം, ഒരു ചോദ്യം വിശുദ്ധ ഖുർആന്റെ അനുവാചകരുടെ മനസ്സിൽ രൂപപ്പെട്ടു വരാനിടയുണ്ട്. അതിനുള്ള മറുപടിയാണ് ആളുകൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഈ വേദിയിൽ തന്നെ പലതവണ കാണുകയുണ്ടായതാണ്. അള്ളാഹുവിന് എന്തുകൊണ്ട് എല്ലാവരെയും അവന് വിധേയപ്പെടുന്ന സത്യവിശ്വാസികളായിട്ട് തന്നെ അങ്ങ് സൃഷ്ടിച്ചുകൂടാ, അങ്ങനെ ചെയ്തുകൂടായിരുന്നു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ നിരന്തരം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യം മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരാം സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് അള്ളാഹു അതിനുള്ള മറുപടിയായിട്ട് ഇവിടെ പറയുന്നത് വലൗ ശാ അല്ലാഹു ലജഅലഹും ഉമ്മത്തൻ വാഹിദ.
അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന, ഒരേ സരണിയിൽ സഞ്ചരിക്കുന്ന, ഒരേ ആദർശ മാർഗത്തിൽ നിലകൊള്ളുന്ന ഒരൊറ്റ സമുദായമായിട്ട് അവരെ അള്ളാഹു രൂപകൽപ്പന ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് ആലോചനയും കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടതൊന്നുമില്ല. സൃഷ്ടിപ്പിൽ തന്നെ അവര് ഒരു പ്രത്യേക ദൈവിക സരണി പിന്തുടരുന്നവരാണ് എന്ന നിലക്ക് അങ്ങ് രൂപകൽപ്പന ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ എല്ലാ മനുഷ്യരും ഒരേ മാർഗത്തില് അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരു സമൂഹമായിട്ടുണ്ടാകുമായിരുന്നല്ലോ. അതെന്തേ ചെയ്യാതിരുന്നത് എന്നതാണല്ലോ ചോദ്യം. അപ്പൊ അള്ളാഹു അതിനാണ് ഇവിടെ മറുപടി നൽകുന്നത്. അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളത് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഇത് പ്രയാസമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ ആരും അത് സംശയിക്കേണ്ട കാര്യമില്ല. മനുഷ്യനല്ലാത്ത നമുക്ക് കാണാൻ കഴിയുന്ന മിക്ക സമൂഹങ്ങളെയും വിലയിരുത്തിയാൽ അള്ളാഹു അവയെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായിട്ടോ അള്ളാഹുവിന് വിധേയപ്പെടാൻ കൂട്ടാക്കാത്തവരായിട്ടോ ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു ജീവിവർഗത്തിലും നമുക്ക് ആരെയും കാണാൻ കഴിയില്ല. അത് മനുഷ്യന്റെയും ജിന്നുകളുടെയും കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സംഗതി ഉള്ളത്. അവര് ഒരേ ഉമ്മത്തായിട്ട് കഴിയുന്ന ഒരു സ്വഭാവമല്ല പ്രദർശിപ്പിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ജീവജാലങ്ങളൊക്കെയും തന്നെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവൻ അവർക്ക് നൽകിയിട്ടുള്ള ആ വ്യവസ്ഥ അനുസരിച്ചും പ്രകൃതം അനുസരിച്ചും ഒക്കെ ജീവിക്കുന്നവരാണ്. അവരിൽ ഒരാൾ പോലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ കൂട്ടാക്കുകയില്ല, മനുഷ്യനെ പോലെയല്ല. അപ്പോ മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ഒരൊറ്റ ഉമ്മത്തായില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉദ്ദേശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഒരു പ്രയാസമില്ല. കാരണം അങ്ങനെയുള്ള കോടിക്കണക്കിന് സ്പീഷീസ് ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ജീവജാലങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ്, ഓരോ ഉമ്മത്തായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവര് അള്ളാഹു അവർക്ക് നിശ്ചയിച്ച പ്രകൃതവും ജീവിത സരണിയും പിന്തുടർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരാരും ധിക്കാരത്തിന്റെ വഴിയിൽ നീങ്ങുകയോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു സരണി പിന്തുടരുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ മനുഷ്യനെയും രൂപകൽപ്പന ചെയ്യുക എന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ മശീഅത്ത് മറിച്ചാണ്. വലൗ ഷാ അല്ലാഹു ലജഅലഹും ഉമ്മത്തൻ വാഹിദ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരെ എല്ലാവരെയും ഒരൊറ്റ ഉമ്മത്താക്കി അവന് രൂപകൽപ്പന ചെയ്യാമായിരുന്നു. എന്നാൽ വലാകിൻ യുദ്ഖിലു മൻ യശാ, എന്നാൽ അവൻ തീരുമാനിച്ചത് അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ ഫീ റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുക എന്നതാണ്. മനുഷ്യരെ രൂപകൽപ്പന ചെയ്തതില് അള്ളാഹുവിന്റെ മശീഅത്ത് അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെയാണ്. എല്ലാവരെയും സൗഭാഗ്യവാന്മാരാവുന്ന, എല്ലാവരും സന്മാർഗികളാവുന്ന, എല്ലാവരും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളാവുക എന്ന വിധത്തിലല്ല. മറിച്ച് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യമാർഗം സ്വീകരിക്കാൻ സന്നദ്ധരാവുന്ന ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നവരായി മാറുന്നു എന്നതാണ് അവന്റെ ആസൂത്രണം. മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എല്ലാവരെയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുക എന്നതല്ല, മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് മനുഷ്യൻ അള്ളാഹു വെച്ചിട്ടുള്ള നിശ്ചയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആരുടെങ്കിലും എന്തെങ്കിലും പക്ഷപാതിത്വം കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയല്ല, മറിച്ച് അള്ളാഹു ചില വ്യവസ്ഥകളും നിബന്ധനകളും വെച്ചിരിക്കുകയാണ്. ആ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരായി മാറുക. അങ്ങനെ അള്ളാഹുവിന്റെ മശീഅത്തുള്ള, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ആളുകളെയാണ് അവന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ അതിന് കൂട്ടാക്കാതെ അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹത നേടാനുള്ള ആ അവസരം പ്രയോജനപ്പെടുത്താതെ ലാലിമുകളായി ജീവിച്ചവരോ വല്ലാലിമൂന. ലാലിമുകൾ എന്ന് പറഞ്ഞാൽ ആത്മദ്രോഹം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശം മുഖവിലക്ക് എടുക്കാതെ
അവന്റെ റഹ്മത്തിനുള്ള അർഹത നേടുന്നവരായി മാറാതെ ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ മാലഹും മിൻ വലിയ്യിൻ, അവർക്ക് സംരക്ഷകരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു വലിയും രക്ഷാധികാരിയും രക്ഷകനും ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല. വലാ നസീർ, ഒരു സഹായിയും അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷപ്പെടുകയില്ല. അപ്പൊ രണ്ടു തരം ആളുകളുടെ സാധ്യതയാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലര് അവരുടെ വളരെ കൃത്യമായ ശരിയായ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹതയുള്ളവരായിട്ട് മാറുന്നു. അവർക്ക് അള്ളാഹുവിന്റെ കരുണ ലഭിക്കാൻ അള്ളാഹുവിന്റെ മശീഅത്തുണ്ടാകുന്നു. അവര് സൗഭാഗ്യവാന്മാരായി മാറുന്നു. മനുഷ്യരുടെ കൂട്ടത്തില് ഒരു വിഭാഗം അങ്ങനെയാണ്. എന്നാൽ ബാക്കിയുള്ള ലാലിമുകളായി ജീവിക്കുന്നവരോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവയ്ക്ക് യാതൊരു പരിഗണനയും നൽകാതെ ധിക്കാരികളും അഹങ്കാരികളും അക്രമികളുമായിട്ട് ആത്മദ്രോഹം ചെയ്യുന്നവരായിട്ട് ജീവിക്കുന്നവർ, അവരുടെ കാര്യത്തില് അവർക്ക് അള്ളാഹുവിന്റെ സംരക്ഷണവും അള്ളാഹുവിന്റെ മേൽനോട്ടവും അവരുടെ കാര്യത്തിൽ നഷ്ടപ്പെടുത്തിയവരാണ്. അവർ വേണ്ടാന്ന് വെച്ചവരാണ്. അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള അർഹത നേടിയിട്ടില്ലാത്ത ആളുകളാണ്. അത്തരം ആളുകൾ മാലഹും മിൻ വലിയ്യിൻ, അള്ളാഹുവിനെ വേണ്ടാന്ന് വെച്ച ഈ കൂട്ടർക്ക് സംരക്ഷകനായിട്ട് വേറെ ആരുണ്ടാവും? അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ സംരക്ഷിക്കാൻ, അവരുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കാനായിട്ട് ഏത് വലിയാണ് ഉണ്ടാവുക? ഒരു വലിയനും സാധ്യമല്ല അവർക്ക് അവരുടെ രക്ഷാകർത്തൃത്വം നിർവഹിക്കാൻ. അതുപോലെ വലാ നസീർ, അവരുടെ സഹായത്തിനായിട്ട് പാഞ്ഞോടിയെത്താൻ അതും ഒരാളെയും കാണുകയില്ല. അപ്പോ ഒരു കൂട്ടര് അള്ളാഹുവിന്റെ റഹ്മത്തിനുള്ള അർഹത നേടുന്നു, മറ്റൊരു കൂട്ടര് ഒരു രക്ഷാകർത്തൃത്വം ഏൽക്കുന്ന ആളും രക്ഷകനായിട്ട് അവർക്കുണ്ടാവുകയില്ല, സഹായിയായിട്ടും ഒരാളും അവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുകയില്ല. കാരണം അവര് ലാലിമുകളായിട്ടാണ് നിലകൊള്ളുന്നത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതില്, ആത്മദ്രോഹം ചെയ്യുന്നതില് ഒക്കെ അവര് വളരെ പ്രഖ്യാപിതമായ ചില നയങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള അർഹതയില്ല എന്നതാണ് വസ്തുത. അവർക്ക് രക്ഷാകർത്തൃത്വം ഏൽക്കുന്നവരായിട്ട് ആരും ഒരു വലിയും വരില്ല, സഹായത്തിനായിട്ട് ഒരു നസീറും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയില്ല. അപ്പോ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവനായിട്ടുമുള്ള അവസ്ഥയാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ അവസാന പ്രവാചകനെ അന്ത്യവേദ ഗ്രന്ഥവുമായിട്ട് നിയോഗിച്ച് അയച്ചിട്ടുള്ളത്, അറബി ഭാഷയിലുള്ള ഈ കിതാബുമായിട്ട് അള്ളാഹു നിയോഗിച്ച് അയച്ചിട്ടുള്ളത് ഉമ്മുൽ ഖുറയിലെയും അതിന്റെ ചുറ്റുപാടുകളിലെയും ആളുകൾക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ്. ഈ താക്കീതൊക്കെ അവർക്ക് നൽകപ്പെടുകയാണെങ്കിൽ പോലും ഇവര് എല്ലാവരും തന്നെ ഒരു ഉമ്മത്തായി നിലകൊള്ളുകയോ അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന ആളുകളായിട്ട്, കാരുണ്യത്തിനുള്ള അർഹതയുള്ളവരായിട്ട് മാറുകയോ ഒന്നും ചെയ്യുകയില്ല. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുമില്ല. അവൻ ഉദ്ദേശിച്ചത് റഹ്മത്തിന് അർഹതയുള്ള ആളുകളെ അവന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന് കൂട്ടാക്കാത്ത ആളുകൾ, അവരാണ് ലാലിമുകൾ. അവർ യഥാർത്ഥത്തിൽ എല്ലാവരോടും ദ്രോഹം ചെയ്യുന്ന ആളുകളാണ്. അവരോട് തന്നെയാണ് ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത്. അങ്ങനെയുള്ള ലാലിമുകൾ, അവർക്ക് അള്ളാഹുവിനെ കൈയൊഴിഞ്ഞ ആ കൂട്ടർക്ക് വേറൊരു വലിയുണ്ടാകും എന്നത് അവര് സങ്കല്പിക്കുന്നത് തന്നെ അബദ്ധമാണ്. പലരും വേറെ പല ഔലിയാനെയും സ്വീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ കൈയൊഴിഞ്ഞവരായി മാറുന്നത്. പക്ഷെ അവർക്ക് ഈ ഔലിയ എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകൾ മാത്രമാണ്, ചില പേരുകൾ മാത്രമാണ്. ആവശ്യത്തിന് അവർക്ക് ഉപകരിക്കുകയില്ലാത്ത ചില പേരുകൾ മാത്രമാണ് അവരുടെ ഈ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തു എന്ന് അവർ സങ്കല്പിക്കുന്ന ആളുകളോ ശക്തികളോ ഒക്കെ തന്നെ. അപ്പൊ അവരാരും തന്നെ അവരുടെ വലിയായിട്ട് എത്തുകയില്ല, ഒരു സഹായിയായിട്ട് അവർ രംഗത്തുണ്ടാവുകയും ഇല്ല. എന്നിട്ട്
തുടർന്ന് അള്ളാഹു പറയുന്നത് അമിത്തഖദു മിൻ ദൂനിഹി ഔലിയ, എന്നിട്ടും അവര് അള്ളാഹുവിന് പുറമെ ചില ഔലിയാകളെ സ്വീകരിക്കുന്ന ആ മഹാവിഡ്ഢിത്തം ചെയ്യുകയാണോ എന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വം ഒഴിവാക്കിയ ആളുകൾക്ക് വേറൊരു വലിയും ഉണ്ടാവില്ല, ഒരു സഹായിയുടെ സഹായവും അവർക്ക് ലഭിക്കുകയില്ല. ഇതാണ് വസ്തുത എന്നിരിക്കെ തന്നെ ഈ ആളുകൾ അമിത്തഖദു, അവര് സ്വീകരിച്ചിരിക്കുകയാണ് മിൻ ദൂനിഹി, അള്ളാഹുവിന് പകരം അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഔലിയ, വേറെ ചില ആത്മമിത്രങ്ങളെയും സംരക്ഷകരെയും ഒക്കെ അവര് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അവർക്ക് വേണ്ട, അള്ളാഹുവിനെ കൈയൊഴിഞ്ഞുകൊണ്ട് വേറെ ചില ആത്മമിത്രങ്ങളെ അല്ലെങ്കിൽ രക്ഷാകർതൃത്വം വഹിക്കുന്നവരെയാണ് അവര് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അവര് മനസ്സിലാക്കട്ടെ, ഫല്ലാഹു ഹുവൽ വലി, യഥാർത്ഥ വലിയ, യഥാർത്ഥത്തിലുള്ള രക്ഷകൻ, രക്ഷാകർതൃത്വം നിർവഹിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. ഫല്ലാഹു ഹുവൽ വലി, ബാക്കിയുള്ളതൊക്കെ ചില പേരുകൾ മാത്രമാണ്. ഒരു പേര് കൊണ്ട് എത്രത്തോളം ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവുമോ അത് മാത്രമാണ് അവർക്ക് ഈ അവർ ഔലിയ ആയിട്ട് സങ്കല്പിക്കുന്നവരിൽ നിന്ന് ഇവർക്കുണ്ടാവുക. ഒരു പേരിങ്ങനെ പറയാൻ വിളിക്കാം എന്നല്ലാതെ അതൊരിക്കലും തന്നെ അവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാവുകയില്ല. നമ്മൾ ഏട്ടിലെ പശു എന്നൊക്കെ പറയുന്ന പോലെ, പുസ്തകത്തിലെ ഒരു പേര് എഴുതി വെച്ചതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി മാത്രം. അതൊരാളായിട്ട്, ഒരു ശക്തിയായിട്ട്, ഒരു രക്ഷകനായിട്ട്, സഹായിയായിട്ടൊന്നും ഒരു ഘട്ടത്തിലും അവരുടെ കാര്യത്തിൽ ഇടപെടുന്നവരായിട്ടുണ്ടാവുകയില്ല. ഫല്ലാഹു ഹുവൽ വലി, അള്ളാഹു അവനാണ് യഥാർത്ഥത്തിലുള്ള രക്ഷാകർത്തൃ ചുമതലയുള്ളവൻ, അവനാണ് വലിയ. വഹുവ യുഹീൽ മൗത്ത, അള്ളാഹുവാണ് വലിയ എന്നതിന് അവർക്ക് ബോധ്യം വരാൻ ഒരു കാര്യം അള്ളാഹു ചേർത്ത് പറയുകയാണ്. വഹുവ യുഹീൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവൻ അവനാണ്. അങ്ങനെ ഒരുത്തനെ വലിയാകാൻ കഴിയുള്ളൂ. അല്ലാതെ മരിച്ചവനെ ജീവിപ്പിക്കാനുള്ള കഴിവില്ലാത്ത ഒരുത്തന് ഒരാളുടെയും വലിയാവാൻ കഴിയുകയില്ല. വലിയാവാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ അവൻ ഒരു സ്രഷ്ടാവ് എന്ന നിലക്ക് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവുള്ളവനാകണം. അതാണ് വലിയാവുന്നതിന് അനിവാര്യമായും വേണ്ട ഒരു കാര്യം. അപ്പോ വഹുവ യുഹീൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് അവൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, രണ്ടാമത്തൊരു സംഗതി എന്തിനും കഴിവുള്ളവനാകണം. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് അള്ളാഹു. ഈ രണ്ട് പ്രത്യേകതകളുള്ളവർക്കേ യഥാർത്ഥത്തില് ആരുടെയെങ്കിലും വലിയാവുക സാധ്യമാവുകയുള്ളൂ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ നടപടികൾ ഉണ്ടാകുമ്പോ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാവണ്ടേ വലിയാവണമെങ്കിൽ. അപ്പോ അല്ലെങ്കിൽ ദൈവികമായ സംവിധാനങ്ങളിലൂടെ ഒരാള് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ അവയെ കൈകാര്യം ചെയ്യാൻ, നേരിടാൻ കഴിയുന്ന, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന എന്തിനും കഴിവുള്ള ഒരുവനെ ഒരാളുടെ സംരക്ഷകനോ രക്ഷാകർതൃത്വം ഏൽപ്പിക്കപ്പെട്ടവനോ ആകാൻ പറ്റുകയുള്ളൂ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അപ്പൊ അവനാണ് വലിയ, അല്ലാഹുവാണ് വലിയ, അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുള്ളത്, എല്ലാറ്റിനുമുള്ള കഴിവുള്ളത് അവനാണ്, എന്തിനുമുള്ള കഴിവ് അവനുണ്ട്. അപ്പോ ഈ രണ്ടായത്തുകളാണ് നമ്മൾ നേരത്തെ വായിച്ച ഉമ്മുൽ ഖുറയെയും അതിന്റെ ചുറ്റുപാടുമുള്ള ആളുകളെയും പരാമർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി, അവരെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടി അറബി ഭാഷയിലുള്ള ഈ ഖുർആൻ നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സംഗതിയെ തുടർന്ന്, എന്നിട്ടും ഈ മുഴുവൻ മനുഷ്യകുലത്തിനുമായി ഇങ്ങനെ മാർഗദർശനം നൽകുന്നതിനായിട്ട് അറബി ഭാഷയിലുള്ള ഖുർആൻ അവതരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ലോകത്ത് ഈ ശരണി സ്വീകരിക്കാത്തവരായി ഒരുപാട് പേര് ഇന്നും നിലകൊള്ളുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ പദ്ധതി പരാജയമായോ എന്നൊരു ആലോചനയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും.
ഒരു പദ്ധതി പരാജയമാവണമെങ്കിൽ ആദ്യം നമ്മൾ അതിൽ ആ നിലക്ക് തീരുമാനം എടുക്കണമെങ്കിൽ എന്തിനു വേണ്ടിയാണ് അള്ളാഹു ആ പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നത് നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചത് തന്നെ ഇങ്ങനെ മനുഷ്യന് ഒരു സ്വതന്ത്രമായ അവസ്ഥ നൽകപ്പെട്ടിട്ട് ആര് സ്വമേധയാ ദൈവിക സരണി സ്വീകരിക്കുന്നു അവരെ തന്റെ കാരുണ്യത്തിലേക്ക് കൊണ്ടുപോകാനാണ്. എങ്കിൽ എല്ലാവരും ആ ദിശയിൽ നീങ്ങുന്നില്ല എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പദ്ധതി പരാജയമാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹു പദ്ധതി ഇട്ടത് തന്നെ സ്വമേധയാ കാര്യം മനസ്സിലാക്കി ശരിയായ മാർഗം സ്വീകരിക്കുന്നവർക്ക് ദൈവിക കാരുണ്യം നൽകുക എന്ന നിലക്കാണ്. അതാണ് അള്ളാഹുവിന്റെ പദ്ധതി എങ്കിൽ പിന്നെ പലരും പല വഴികളിലും ആവുന്നത് അള്ളാഹുവിന്റെ പദ്ധതി പരാജയമാകുന്നതിനുള്ള ഒരു തെളിവായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. അള്ളാഹു അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നേരത്തെ തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്വന്തം വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം തുറന്നു വെച്ചുകൊണ്ട് അള്ളാഹു സത്യമാർഗം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചിലർ അത് ഉൾക്കൊണ്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കും, വേറെ ചിലർ ലാലിമുകളായിട്ട് ജീവിക്കാമെന്ന് വെക്കും. അവര് ലുൽമ ചെയ്യുന്നത് ഒന്നാമതായി അവരോട് തന്നെയാണ്. കാരണം അവര് തെരഞ്ഞെടുക്കുന്ന തെറ്റായ വഴി കാരണമായി അതിന്റെ ഏറ്റവും ദുരിതപൂർണമായ പര്യവസാനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അവര് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് തന്നെ നാശം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് അവര് തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അവര് ലാലിമുൻ നഫ്സ് ആയി മാറുകയാണ്. അവരോട് തന്നെ ദ്രോഹം ചെയ്യുന്ന, അവരോട് തന്നെ അക്രമം ചെയ്യുന്നവരായി മാറുകയാണ്. അപ്പോ ഈ ഒരു പദ്ധതി, ദൈവികമായ പദ്ധതി നടപ്പിലാക്കിയ ആ രീതിയുടെ അത് സംബന്ധമായി ആളുകൾ ഉന്നയിക്കാനിടയുള്ള അവരുടെ സന്ദേഹങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനുള്ള വിശദീകരണവും മറുപടിയുമാണ് അള്ളാഹുവിടെ നൽകുന്നത്. അപ്പൊ ഈ കാര്യം ഈ രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു വെളിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. രണ്ട് മൂന്ന് വിശദീകരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഒരു കാര്യം പഠിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യാണ്. അള്ളാഹു പറയുന്നത്, പ്രവാചകരെ, തങ്ങളുടെ കയ്യിൽ ഈ ദൈവിക മാർഗദർശനം നാം ഏൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം എല്ലാവരും അത് പ്രയോജനപ്പെടുത്തും എന്നല്ല. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. മറിച്ച് ആളുകളുടെ കൂട്ടത്തിൽ ഈ മാർഗം പ്രയോജനപ്പെടുത്താൻ സത്യസന്ധമായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യും എന്ന നിലക്കാണ് അള്ളാഹു അതിനെ എൻവിഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് താങ്കളുടെ ദൗത്യ നിർവഹണത്തിനോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് ആരെങ്കിലും തിരിഞ്ഞു പോയി കളയുന്നുവെങ്കിൽ അതിലൊരു പരിധിയിൽ കൂടുതലൊന്നും താങ്കൾ വിഷമിക്കേണ്ടതില്ല. കാരണം അള്ളാഹു ഈ പദ്ധതി കൊണ്ട് അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ട് ആളുകള് എല്ലാവരും സന്മാർഗം സ്വീകരിക്കുന്നില്ല എന്ന് ആലോചിക്കുന്ന ആളുകള് ഈ സാമാന്യ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത്രയും അബദ്ധരഹിതമായ ഒരു ജീവിത സരണി കാണിക്കപ്പെട്ടിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണല്ലോ അതിന്റെ ഫലം നേടുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ എന്നൊക്കെ ആലോചിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അവരോട് ഈ കാര്യത്തിന്റെ യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സരണി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും അത് ഉൾക്കൊള്ളുന്നവരാകും എന്ന നിലക്കല്ല. അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും എന്ന ഒരു തീരുമാനത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ആര് ഇതിനെ തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞ് പിന്തിരിഞ്ഞു പോയി കളഞ്ഞാലും അതിന്റെ പേരിൽ ആരും തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആശങ്കപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇതാണ് മറ്റൊരു കാര്യം. ഈ ആയത്തുകള് ഈ സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിന്റെ
ഒരു ന്യായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. വേറെ ഒന്ന്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാഥാർത്ഥ്യം, ദൈവിക നടപടികളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നത് അറിയാതെ പോകുമ്പോഴുള്ള അവരുടെ മാനസികമായ വിഷമം ദൂരീകരിക്കുക എന്ന ഒരു കാര്യം കൂടി ഈ ആയത്തുകളിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. വിശേഷിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന, എതിർപ്പും അതുപോലെ വിരോധവും ഒക്കെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആ ആദ്യഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിൽ അവരുടെ മനസ്സിന് ഒരല്പം ആശ്വാസം ലഭിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ അള്ളാഹു പകർന്നു നൽകുന്നത്. ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിലെ അള്ളാഹു നൽകുന്ന രക്ഷാകർതൃത്വത്തെ കുറിച്ചാണ്, വിലായത്തിനെ കുറിച്ചാണ്. അള്ളാഹു അല്ലാത്തവരെ വലിയായിട്ട് സ്വീകരിക്കുന്നവരെ പരാമർശിച്ചല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ വലിയ ആവാൻ കഴിയുന്ന ഒരേ ഒരുവൻ അള്ളാഹുവാണ്. ആ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് കേവലം ഒരു അലങ്കാര വാക്കായിട്ട് പറയുന്ന ഒരു സംഗതിയല്ല. അതൊരു ഭാവനാ സൃഷ്ടിയോ അല്ലെങ്കിൽ ഒരു ഓർണമെന്റ് എന്നുള്ള നിലക്കുള്ള ഒരു സംഗതിയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവന് രക്ഷ നൽകാൻ കഴിയുന്ന, അവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അള്ളാഹു മാത്രമാണ്. കാരണം അള്ളാഹുവിന് മാത്രമാണ് അവന്റെ കാര്യങ്ങളുടെ മേൽ നിയന്ത്രണം ഉള്ളത് എന്നതാണ്. അപ്പോ നമ്മൾ ഈ വിശദാംശങ്ങളൊക്കെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണുകയുണ്ടായി. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ശൂറയിലെ 8-9 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.